എൻസിപിയിലെ കോഴിക്കോട്ടെ വലിയ തർക്കം കഴിഞ്ഞ ദിവസം റിപ്പോർട്ട് ചെയ്തതാണ്. അതിൽ ജില്ലാ നിർവാഹക സമിതിയിൽ AK ശശീന്ദ്രൻ മന്ത്രിക്കെതിരെ പ്രമേയം പാസാക്കിയിരുന്നു. ഇപ്പോഴിതാ മന്ത്രി AK ശശീന്ദ്രന്റെ പ്രതികരണം വരികയാണ്. സ്ഥാനാർത്ഥിത്വം ആർക്കും ആഗ്രഹിക്കാമെന്നും ജനപിന്തുണ തനിക്കാണെന്നുമാണ് AK ശശീന്ദ്രൻ പ്രതികരിച്ചത്. എലത്തൂരിലെ സ്ഥാനാർത്ഥി ആരാകണമെന്നത് നേതൃത്വം തീരുമാനിക്കും. ജില്ലാ നിർവാഹക സമിതിയുടെ പ്രമേയം ഏത് സാഹചര്യത്തെ അറിയില്ലെന്നും കൂടിയാണ് AK ശശീന്ദ്രൻ പറയുന്നത്. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാനെന്ത് ചെയ്യണമെന്ന് തീരുമാനിക്കുന്നത് ഞാനല്ല, എൻ്റെ പാർട്ടി തീരുമാനിക്കും. എന്നോട് പോസ്റ്റ് ഒട്ടിക്കാൻ പോകാൻ പറഞ്ഞാൽ പോസ്റ്റ് ഒട്ടിക്കാൻ പോകും, വോട്ട് ചോദിക്കാൻ പോകാൻ പറഞ്ഞാൽ വോട്ട് ചോദിക്കാൻ പോകും, മത്സരിക്കണമെന്ന് പറഞ്ഞാൽ മത്സരിക്കും, വേണ്ടാന്ന് പറഞ്ഞാൽ മത്സരിക്കില്ല. ഇത്തവണ LDFിൻ്റെ ഒരു തെരഞ്ഞെടുപ്പ് സ്ട്രാറ്റജി എന്ന് പറയുന്നത് ജയസാധ്യതയാണ് മുഖ്യം എന്നതാണ് ഞങ്ങളുടെ നിലപാട്. ആ നിലപാടിനനുസൃതമായി തന്നെയായിരിക്കും ഞങ്ങളുടെ പാർട്ടിയും ഇത്തരം കാര്യങ്ങൾ ചർച്ച ചെയ്യുക. തെരഞ്ഞെടുപ്പിൽ ജയിക്കാൻ ആരെ നിർത്തുന്നതാണ് നല്ലതെന്ന് മാത്രമാണ് ആലോചന. ഇതെല്ലാം പാർട്ടിയിൽ ചർച്ച ചെയ്യേണ്ട കാര്യങ്ങൾ പുറത്തു പറയുന്നൊരു സമ്പ്രദായം ഞാൻ ഇത് ആരംഭിച്ച കാലം തൊട്ട് എനിക്കില്ല. അത് പറയേണ്ട സ്ഥലത്ത് പറയേണ്ടതുപോലെ പറയാനൊക്കെ എനിക്കറിയുന്ന ഞാൻ അങ്ങനെയാണ് ധരിക്കുന്നത്. ഞങ്ങളുടെ പാർട്ടി ചെറുതാണെങ്കിലും നേതൃത്വം രാഷ്ട്രീയ വിവേകമുള്ള നേതൃത്വമാണ്. ആ നേതൃത്വം അങ്ങനെ തീരുമാനമെടുക്കും. AK അഭിലാഷാണ് ചേരുന്നത്. വിശദാംശങ്ങളുമായി അഭിലാഷ്, എൻസിപിയിലെ തർക്കം അങ്ങനെയൊന്നും തീരില്ല എന്ന് കൂടി വേണം ശശീന്ദ്രന്റെ പ്രതികരണത്തിലൂടെ വായിച്ചെടുക്കാനല്ലേ? തെരഞ്ഞെടുപ്പിൽ എന്തായിരിക്കും ഇനി സംഭവിക്കാൻ പോവുക? തീർച്ചയായിട്ടും ഒരു കാര്യം ഉറപ്പാണ്. AK ശശീന്ദ്രൻ പറയുന്നത് തനിക്ക് പൊതുസമ്മതിയുണ്ട്, അതോടൊപ്പം തന്നെ ജയസാധ്യതയും തനിക്ക് തന്നെയാണ് കൂടുതലുള്ളത്. അതായത് എലത്തൂരിൽ താൻ മത്സരിക്കുമെന്നുള്ള പരോക്ഷമായ ഒരു മറുപടി തന്നെയാണ് ഇപ്പോൾ ഈ അദ്ദേഹത്തെ എതിർക്കുന്ന ആളുകൾക്ക് അദ്ദേഹം നൽകുകയും ചെയ്യുന്നത്. ഏതായാലും കഴിഞ്ഞ ദിവസം നിർവാഹക സമിതി യോഗം ചേരുകയും AK ശശീന്ദ്രനെ മാറ്റണമെന്നുള്ള ഒരു പ്രമേയം അവതരിപ്പിക്കുകയും ചെയ്തിരുന്നു. കഴിഞ്ഞ 30 വർഷം തെരഞ്ഞെടുപ്പ് രംഗത്ത് അദ്ദേഹമുണ്ട്. ഈ എലത്തൂർ നിയോജക മണ്ഡലം വന്നതിന് ശേഷം നടന്ന 3 തെരഞ്ഞെടുപ്പുകളിലും അദ്ദേഹം മത്സരിച്ചു. അതുകൊണ്ട് ഇത്തവണ മുക്കം മുഹമ്മദിനെ സ്ഥാനാർത്ഥിയാക്കണമെന്നായിരുന്നു പ്രമേയത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം. അതിനെതിരെയാണ് ഇപ്പോൾ AK ശശീന്ദ്രൻ നിശിതമായി വിമർശിക്കുന്നത്. ഇതിൽ പ്രധാനമായും അദ്ദേഹം പറയുന്നത് അത്തരത്തിൽ സ്ഥാനാർത്ഥിത്വത്തിന് ആർക്കും ആഗ്രഹിക്കാം എന്നുള്ള പരോക്ഷ മറുപടി അദ്ദേഹം നൽകുന്നു. അതോടൊപ്പം തന്നെ ഇതൊന്നുമല്ല ഘടകം, നേതൃത്വമാണ് ഇക്കാര്യത്തിൽ ഒരു തീരുമാനമെടുക്കേണ്ടത്. അതേസമയത്തിൽ ഇത്തരത്തിൽ പ്രമേയം പാസ്സാക്കുമ്പോൾ അതിൽ അച്ചടക്ക ലംഘനമുണ്ടോ എന്നടക്കമുള്ള കാര്യങ്ങൾ പരിശോധിക്കേണ്ടത് പാർട്ടിയാണ്. ആ പാർട്ടി ആ കാര്യങ്ങൾ പരിഗണിക്കുമ്പോൾ അവിടെ ഞാൻ തന്റെ അഭിപ്രായം പറയുമെന്നുള്ള കൃത്യമായ നിലപാട് കൂടി അദ്ദേഹം സ്വീകരിക്കുന്നു. അതേസമയത്ത് എലത്തൂരിൽ തനിക്ക് മത്സരിക്കാൻ ആഗ്രഹമുണ്ടെന്നും അതോടൊപ്പം തന്നെ അതിന് അർഹതയുണ്ട് എന്നുള്ള കാര്യം കൂടിയാണ് പറയുന്നത്. അതോടൊപ്പം തന്നെ അദ്ദേഹം പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഇപ്പോൾ LDFിൽ ഏതെങ്കിലും തരത്തിൽ ടേം വ്യവസ്ഥകളില്ല. LDFിൽ തന്നെ ഈ ടേം വ്യവസ്ഥയിലുള്ള പാർട്ടികൾ തന്നെ ഇപ്പോൾ ജയസാധ്യതകൾക്ക് മുൻതൂക്കം നൽകി അത്തരത്തിലുള്ള ആളുകളെയാണ് കണ്ടെത്തുന്നത്. ഏതായാലും NCPയിൽ ടേം വ്യവസ്ഥ ഇല്ല എന്ന് അദ്ദേഹം തീർത്തു പറയുന്നു. അതായത് താൻ മാറില്ല എന്ന് വളരെ കൃത്യമായി തന്നെയാണ് അദ്ദേഹം മറുപക്ഷത്തിന് സന്ദേശമായി തന്നെ നൽകുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതായത് AK ശശീന്ദ്രൻ എലത്തൂരിൽ മത്സരിക്കുമെന്ന് തന്നെയാണ് ഈ ഘട്ടത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. വിനീത, ശരി. AK അഭിലാഷ് വിശദാംശങ്ങൾ നൽകുകയായിരുന്നു. പ്രധാനപ്പെട്ട ഒരു കാര്യം, NCPയിൽ വലിയ തർക്കം ഇപ്പോഴും കോഴിക്കോട് നിലനിൽക്കുകയാണ്. AK ശശീന്ദ്രനെതിരെ ജില്ലാ നിർവാഹക സമിതിയിൽ പ്രമേയം പാസാക്കുകയാണ്. അതിനെതിരെ ഇതാ ഇപ്പോൾ AK ശശീന്ദ്രൻ രംഗത്തെത്തുന്നു. ഇനി സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിക്കുമ്പോൾ എങ്ങനെയായിരിക്കും പാർട്ടിയിലെ തുടർ ചർച്ചകൾ, അതുകൂടി ശ്രദ്ധേയമാവുകയാണ്.